ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 പീസ് ശർക്കര 1 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ ആ ഒരു പലഹാരം കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ആ നെയ്യിൽ ഒരു നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനിവിടെ നല്ല പഴുത്ത് കറുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള നേന്ത്രപ്പഴമൊക്കെ നമ്മൾ കളയാണല്ലോ പതിവ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇനി പഴുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർത്തിട്ട് ഇത് നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. നെയ്യിൽ ഈ നേന്ത്രപ്പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിവിടെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ പഴമൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ ഇതുപോലെ സോഫ്റ്റ് ആവാൻ. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഗോതമ്പ് പൊടി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടിയുടെ കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ അത് വേവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ ഒരു 90% ഇത് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിത് വാഴയിലയിൽ വെച്ചിട്ടൊന്ന് ആവിയാറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയിലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഈ കൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ചക്ക വെച്ചിട്ട് ഒരു സ്നാക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചക്ക വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇതുപോലെ ചെറുപഴമോ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ഫ്ലേവറാണ് ഇതിന് ഉണ്ടാവുക എന്ന് മാത്രം. ചക്കയ്ക്കാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയാറ്റിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ആ ഇലയൊക്കൊന്ന് മാറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആവിയാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലയൊക്കൊന്ന് മാറ്റിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്